നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. മരണദിവസം വീട്ടിൽ വന്ന നെയ്യാറ്റിൻകര സ്വദേശികളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കല്ലറയുടെ സ്ലാബ് പൊളിക്കുന്നതിൽ കുടുംബത്തിന് നോട്ടീസ് നൽകി. എതിർത്ത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ അത് 9:30 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ പൂജാ കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഈ 11:15 ഇത് സംഭവിച്ചെങ്കിലും ഇത് തന്നെ 1 മണിക്കൂർ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തു, ജീവനുണ്ടോ ഇല്ലേന്ന്. വെളുപ്പാ രാവിലെ 4 ശേഷം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉയരത്തെ സ്ലാപ്പ്, അതും എൻ്റെ ഭർത്താവ് കരുതിയിരുന്ന സ്ലാപ്പ് പത്മവീടും എല്ലാം അതുവരെ പൂജകൾ തുറന്നു വെച്ചിരുന്നു. ഒരുപാട് ഗുഹകളിൽ ധ്യാനത്തിനിരുന്ന ആളാണ് താനെന്ന് ഗോപൻ സ്വാമിയുടെ ഭാര്യയും പറയുകയുണ്ടായി. ഞാൻ ഒരുപാട് ഗുഹയിലും അങ്ങും ഇങ്ങുമൊക്കെ മരത്തമലയിൽ ആലിൻ്റെ മൂട്ടിൽ എത്രയും ശിവലിംഗം ഉള്ള ഗുഹയ്ക്കകത്ത് ഇരുന്ന് ധ്യാനിച്ചവളാണ് ഞാൻ. ചുരുക്കത്തിൽ നൽകിക്കൊണ്ടുള്ള ജില്ലാ കളക്ടർ അനിതാകുമാരിയുടെ ഉത്തരവ് ഇന്ന് വരും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഈ സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു ഉത്തരവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ആ ഉത്തരവിന് വേണ്ടി ഇതുവരെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഒരു പക്ഷേ പൊങ്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരുന്നു, അതുകൊണ്ടായിരിക്കാം വരാത്തത് എന്ന് കരുതുന്നു. രണ്ടാമത്തേത്, ഈ കല്ലറ പൊളിക്കാനുള്ള അല്ലെങ്കിൽ ഈ സ്ലാബ് പൊളിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള ഒരു നീക്കം ബന്ധുക്കൾ നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാനായിരുന്നു അവർ തീരുമാനിച്ചത്. അതും ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല. സാങ്കേതികമായ ചില തടസ്സങ്ങൾ കാരണമാണ് അത് ഫയൽ ചെയ്യാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 കാര്യങ്ങളുമായിരിക്കും നാളെ സംഭവിക്കാൻ ഉള്ളത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിലൊന്ന്, ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ഇന്ന് രാത്രിയോ മറ്റോ ആ കല്ലറ പൊളിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭ്യൂഹം, അങ്ങനെ ഒരു കഥ ബാലരാമപുരത്തെ ആറാലുമൂട്ടിലെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ അത് ഡേ ലൈറ്റ് വേണം എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനൊരു സാധ്യതയില്ല. ഇനിയുള്ളത് എപ്പോഴാണ് കല്ലറ പൊളിക്കുക എന്നതാണ്. അതിന് ഈ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉത്തരവ് ഇറങ്ങിയാൽ അതിന് തൊട്ടു പിന്നാലെ
പിന്നാലെ തന്നെ ആ സ്ലാബ് പൊളിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. പ്രധാന തടസ്സം ക്രമസമാധാന പ്രശ്നമില്ലാതെ അത് പൊളിക്കുക എന്നതാണ്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്, ഉദ്യോഗസ്ഥർ നടത്തുന്നത്. മക്കൾ ഇപ്പോഴും അല്ലെങ്കിൽ ഭാര്യ ആ സ്ലാബ് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെ ഒന്ന് സമവായത്തിലെത്തിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ആ സ്ലാബ് പൊളിച്ച് നിഗൂഢത നീക്കുക എന്ന നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. മറ്റൊന്ന്, അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നു. മൊഴികളിലെ വൈരുദ്ധ്യമൊക്കെ ചൂണ്ടിക്കാട്ടി വീണ്ടും മക്കളുടെ മൊഴിയെടുത്തെങ്കിലും അതിലും പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിലേക്ക് ഒരു സൈഡായി അന്വേഷണം നടത്തുകയും പകരം ഈ സ്ലാബ് പൊളിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാണ്. റഹീസ് റഷീദ്, ഗുഡ് നൈറ്റ്. റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്. സത്യമറിയാൻ എന്തായാലും സമാധി പൊളിക്കേണ്ടതുണ്ട്. സ്ലാബ് പൊളിച്ചു കഴിഞ്ഞതിനു ശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എപ്പോഴാണ് മരണം സംഭവിച്ചത്. 11:30 മുമ്പ് മരണം സംഭവിച്ചോ, 11:30 ശേഷമാണോ മരണം സംഭവിച്ചത്, സ്ലാബ് എടുത്തു വെച്ചതിന് ശേഷമാണോ മരണം സംഭവിച്ചത്, അക്കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഫോറൻസിക് പരിശോധനയും ഉണ്ട്.